വിഴിഞ്ഞം മുതൽ എയിംസ് വരെ വലിയ പ്രതീക്ഷകളാണ് കേരളത്തിന് കേന്ദ്ര ബജറ്റിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കേരളത്തിനും ഒരു വെരി ഗുഡ് മോർണിംഗ് ആണോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഒരു 29 ആവശ്യങ്ങൾ കേരളം കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 16-ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ കേരളത്തിനുള്ള വിഹിതമൊക്കെ കൂട്ടും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് BJPക്ക് എന്തായാലും ഒരു മിനിമം 5 സീറ്റെങ്കിലും ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഇത്തവണ കേരളത്തിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവുമോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം സാധാരണഗതിയിൽ ഇത്തരം ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പദ്ധതികൾ നൽകുന്ന അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ഇത്തവണ കേരളത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ ഉണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്. കാരണം BJP ആദ്യമായി അധികാരത്തിലെത്തി തിരുവനന്തപുരം നഗരസഭയിൽ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖത്തിനുൾപ്പെടെ വലിയ സംഭാവനകൾ അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരത്തെ മെട്രോ പദ്ധതിക്കുൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, തുക വിലയിരുത്തപ്പെടും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം BJP നേതാക്കൾ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന എയിംസ് പദ്ധതി ഏറെക്കുറെ കാലമായി പ്രഖ്യാപനമുണ്ടാകും, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളം. ഇത്തവണത്തെ ബജറ്റിൽ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരളത്തിനുള്ളത്. എയിംസ് പദ്ധതി, ഒപ്പം ശബരി റെയിൽപാത, ഇങ്ങനെ പലതരം പദ്ധതികൾ, ഒപ്പം സാംസ്കാരിക മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും പരമ്പരാഗത കരകൗശല മേഖലയ്ക്കൊക്കെ തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 29 ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കത്ത് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 21,000 കോടിയുടെ പ്രത്യേക ഒരു സാമ്പത്തിക പാക്കേജ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം വിവിധ മേഖലകളിലായിട്ട്. അങ്ങനെ വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് കേരളം. പക്ഷേ സാധാരണഗതിയിൽ കേന്ദ്ര ബജറ്റിൽ നിരാശയാണ് കേരളത്തിനുണ്ടാകുന്നത്. ആ ഒരു നിരാശ ഇത്തവണ തുടരുമോ എന്നുള്ള സംശയവും ബാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ പക്ഷേ അത്തരമൊരു നിരാശപ്പെടേണ്ടെന്ന സാഹചര്യം ഉണ്ടാകില്ല. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കേരളം വിലയിരുത്തപ്പെട്ടു പോകുന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആ ഒരു പ്രഖ്യാപനത്തിന് ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ പാക്കേജ്, മനുഷ്യമൃഗ സംഘർഷം, അതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ-മൃഗ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജുകൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. അതുണ്ടാകുമോ എന്നുള്ളതാണ്. ഒപ്പം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പഴി കേന്ദ്രത്തിന് കേൾക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയിൽ വയനാടിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനം ഉറ്റുനോക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.